ഞാനാടാ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്റെ മതിലിന്റെ അടുത്ത് വെച്ച് തീയിടരുത് എനക്കും ഇഷ്ടം പോലെ പറമ്പില്ലടാ അവിടെ കൊണ്ട് തീയിട്ടാ പോരെ ഉളുപ്പില്ലാത്തോനെ അന്റെ മതിലിന്റെ അടുത്ത് തീയിട്ട അന്റെ മതിലാണ് കത്തിപ്പോവാ ഞാൻ കത്തിക്കടാ സുഗണന്റെ അടുത്ത കളി കാണിച്ചു തരാടാ എന്നാ ഞാൻ സുഗണന്റെ അടുത്ത കളി സുഗണന്റെ സ്വഭാവം ശരിക്കാറില്ലടാ കൊന്നാളെ ഞാൻ പീതാംബര ഈ എന്ത് കളിയായി കളിക്കണേ വടി താഴെ വടി താഴാൻ ദാമോദരേട്ടനാ പറഞ്ഞ് വടി താഴടാ. ഇവനെന്താ കിരീട സിനിമ കളിക്കാ ഓന്റെ മോന്തൊക്കെ ഒരു തേമ്പാട് കൊടുത്താലുണ്ടല്ലോ. എല്ലാ സുഗുണ നിങ്ങൾ എന്ത് കളിയാ കളിക്കണത്? ഒന്നുമില്ല എന്റെ അയൽവാസിയിലോടത്. എത്ര കൊല്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒന്ന് പറഞ്ഞു തീർത്തൂടെ? ഇതിലേ ഏതെങ്കിലും ഒന്ന് തീരാതെ ഈ പ്രശ്നം തീരില്ല കേട്ടോ. അമ്മേ അയ്യോ അമ്മേ അയ്യോ അയ്യോ എന്താ സുഖം? ഭയങ്കര നെഞ്ഞത്ത് വേദന, ശരീരം നോക്കി എല്ലാം വേർക്കും ചെയ്തിട്ട്. ആരും ഇല്ലേ? ഓലക്ക അനിയന്റെ വീട്ടിൽ പോയതാ. അയ്യോ സുഗുണന്റെ കാര്യം വല്ലാത്തൊരു കഷ്ടായി പോയിട്ടു. എന്തായാലും പീതാംബരനെ എല്ലാ പിണക്കങ്ങളും മാറി അവിടെ എത്തിയല്ലോ, അതന്നെ വലിയ കിട്ടല. പീതാംബരം വേണ്ടി വന്ന് അവസാനം സുഗുണനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. എന്തായാലും നമ്മളെ റെസിഡൻസിന്റെ പേരിലെ പീതാംബരൻ ഒരു ആദരവ് കൊടുക്കണം. അതെല്ലാവർക്കും ഒരു മാതൃകയാണ്. അതൊരു നല്ല കാര്യമാണ് ദാമോദരൻ. ഒരു തമ്മിലുള്ള പകയും ദേഷ്യം ഉണ്ടല്ലോ ഈ പീതാംബരൻ സ്നേഹത്തിന്റെ മുന്നിലെ ഒക്കെ അലിഞ്ഞില്ലാതാക്കിനെ. പീതാംബരനല്ലേ വരുന്നേ? ആദരവിന്റെ കാര്യം നിങ്ങൾ എന്നെ നേരിട്ടാണ്ട് പറഞ്ഞാളേ. പീതാംബര അന്നെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അതെ, എന്തായാലും ഈ നല്ലൊരു പുണ്യപ്രവൃത്തി അല്ലേ ചെയ്ത്? ഞാനോ? ആ സുഗുണം മരണത്തോട് മല്ലിടിക്കുമ്പോൾ ഇജ്ജല്ല അവനെ ആശുപത്രി കൊണ്ട് രക്ഷപ്പെടുത്തി. ഞങ്ങൾ റെസിഡൻസിന്റെ വകയെ അനക്ക് ഒരു ആദരവ് തരണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങളെന്തോ ഒലക്കം വരെ തീരുമാനമാണ് ദാമോദരേട്ടൻ എടുക്കണത്. നിങ്ങൾ എന്തിട്ടാ വിചാരിച്ചത്? സുഗണനോട് സ്നേഹം ഉണ്ടായിട്ട് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നാ? പിന്നെ ഇവിടെ എത്ര ഗവൺമെന്റ് ആശുപത്രി ഉണ്ടെന്ന് ഞാൻ അവനെ അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ലല്ലോ. എങ്ങോട്ടോ അവനെ കൊണ്ടുപോയേ? ഇവിടുത്തെ ഏറ്റവും മുന്തിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയേ. അതിൻ്റെ കാരണം എന്താ? പനിയും ജലദോഷമായി ചെന്നിക്കുകയാണെങ്കിലേ സർജറി വേണം, 2 ആഴ്ച കിടക്കണം എന്നറിയുന്ന ടീമാണ്. ഇവനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടറിനെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ഓന് ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഞാനപ്പോൾ തന്നെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ അന്നും പറഞ്ഞാൽ ശരിയാവില്ല, ഓൻ നിങ്ങൾ ഇപ്പം തന്നെ ICUയിൽ അഡ്മിറ്റാക്കണം, എന്നിട്ട് ഓൻ്റെ ഓരോ അവയവവും പ്രത്യേകം ടെസ്റ്റ് ചെയ്യണം, പൈസ ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു. പഞ്ചൊരു 4-5 ദിവസം അവിടെ കിടക്കണ്. കുറച്ച് ലക്ഷം കൊണ്ട് പൊടിഞ്ഞിക്കുന്ന എനിക്ക് സ്വകാര്യമായിട്ട് കിട്ടിയ വിവരം. ഇനിയും കിടക്കേണ്ടി ഒരു 4-5 ദിവസമോ ഓൻ്റെ കുടുംബത്തിൻ്റെ അടിവരുക മാന്തി. ഇവിടെ നാട്ടിലുള്ള കുറച്ച് ആറിയാൾ പറഞ്ഞിടക്കുന്നുണ്ട്, ഒരു തമ്മിലുള്ള പക ഉണ്ടല്ലോ അത് പീതാംബരൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇല്ലാണ്ടായി അരിഞ്ഞു പോയി ഐസ്ക്രീം മാരിയതൊക്കെ ഒക്കെ വെറുതെ വിചാരിക്കുക. പീതാംബരനെ ശരിക്കും അറിയില്ലോ അവനെ. ഓട്ടെ. എന്താ ചങ്ങ ഇങ്ങനെ? ഈ നാരിക്ക് നിങ്ങൾ ആദരവ് എടുക്കാൻ പോണേ?